എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവരും ആകെ ടെൻഷനിലാണ്. കുഞ്ഞിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ അബോഷനായി പോകുമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അതിൻ്റെ ടെൻഷൻ എല്ലാവരുടെയും മുഖത്തുണ്ട്. അന്നേരം വല്യമ്മ പിങ്കിയോട് ചോദിക്കുന്നുണ്ട്, പിങ്കി നീയാണ് ഇതിന് മറുപടി പറയേണ്ടത്. നിൻ്റെ അലംഭാവം കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം കുഞ്ഞിനുണ്ടായത് എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം പറഞ്ഞു എന്ന് പറയും. അന്നേരം ഇത് കേൾക്കുന്ന ഗൗതത്തിന് ദേഷ്യം വരും. ഗൗതം പറയുന്നുണ്ട്, അല്ലെങ്കിലും എന്നോട് 1000 വട്ടം പറഞ്ഞതാണ് നന്ദ സരോഗസിക്ക് വേണ്ടി പിങ്കിയെ തിരഞ്ഞെടുക്കരുതെന്ന്. എന്നിട്ട് അവസാന നിമിഷം പിങ്കി വന്ന് എൻ്റെയും വല്യമ്മയുടെയും കണ്ണുകെട്ടി ഈ കാര്യം അവൾ സാധിച്ചെടുത്തു. ഈ കാര്യങ്ങളെല്ലാം ഡ്രാമയായിരുന്നു, പലതും ഇതിനിടയ്ക്ക് നടന്ന കള്ളത്തരങ്ങളായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് പിങ്കി നിന്നെ എനിക്ക് കൊല്ലാനാണ് തോന്നിയത് എന്ന് പറയും. അന്നേക്കും പിങ്കി ഗൗതത്തിന് എന്നെ കൊല്ലാൻ തോന്നിയോ, എങ്കിലങ്ങ് കൊന്നു, അതോടെ തീരുമല്ലോ എല്ലാം എന്നിങ്ങനെ പറയുക. അന്നേരം ദേഷ്യം വന്നിട്ട് നന്ദ പറയുന്നുണ്ട്, അതെ നീ വലിയ നാടക ഡയലോഗ് അടിച്ച് രക്ഷപ്പെടുകയൊന്നും വേണ്ട. എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി സംരക്ഷിച്ചു കൊള്ളാവുന്നും അവനൊരു പ്രശ്നവും വരാതെ നീ നോക്കിക്കൊള്ളാവുന്നും എഴുതി ഒപ്പിട്ട് തന്ന എഗ്രിമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. നിൻ്റെ അലംഭാവം കൊണ്ട് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. അന്നേരം ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ചിറ്റയ്ക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, ഈ നന്ദ പിങ്കിയെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുവാണോ? ഇവളൊരു ഗർഭിണിയായ പെണ്ണാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, അതിനെന്താ ഇത്ര ടെൻഷൻ അടിക്കാനായിരിക്കുന്നത്? നന്ദ പറഞ്ഞത് സത്യമല്ലേ? ഈ ഇന്ത്യവരത്തിൻ്റെ അവകാശം അവളുടെ വയറ്റിൽ കിടക്കുന്നത്, അത് നിങ്ങളങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കും. അന്നേരം ചിറ്റ ചോദിക്കുവാണ്, നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ തോന്നും അവൾ വല്ല ചാപിള്ളയും പ്രസവിച്ച് നിങ്ങളുടെ കൈ തന്നെന്നോ. അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, വയറ്റിൽ കുഞ്ഞങ്ങ് കിളിർത്തതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അപ്പം ചാപിള്ള എന്ന് പറയുമ്പോഴത്തേക്കും വല്യമ്മയ്ക്ക് ഭയങ്കര ഞെട്ടൽ. അതുപോലെ ലക്ഷ്മിക്കും ദേഷ്യം വരും. ലക്ഷ്മി പറയുന്നുണ്ട്, ഗിരിജ നിൻ്റെ നാക്ക് നീ വായിലിട്ടോണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചേക്കരുത്. ഇവിടെ വന്ന് കയറി അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ രീതിയിലുള്ള സംസാരം എന്ന് പറയും. അന്നേരം ഗിരിജ പറയും, അല്ലെങ്കിൽ ആരെവിടെ നിൽക്കാൻ പോണേ? ഞാൻ നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോവുക. ഇവിടെ നിൽക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ മാത്രമല്ല പിങ്കി മോളെ ഞാൻ കൂടെ കൊണ്ടുപോകും എന്ന് പറയും. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ശരിയാവുന്നത്? പിങ്കി മോളെ ഇവിടുന്ന് ആരും ഒരിടത്തേക്കും കൊണ്ടുപോകില്ല എന്ന് പറയുവാണ്. അന്നേരം ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് വല്യമ്മയും പറയുന്നുണ്ട്, ഈ ഇന്ത്യവരത്തിൻ്റെ അവകാശിയെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി സംരക്ഷിച്ച് പ്രസവിച്ച് തന്നോളാം എന്ന് എന്നെ പുറകെ നടന്ന് ബോധ്യപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഞാൻ ഈ അവസരം പിങ്കിക്കായി മേടിച്ചു നൽകിയത്. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാകുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ചിറ്റ പറയുന്നത്, ഇതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു തീരുമാനം എടുത്തു. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഞങ്ങൾ പോയിരിക്കും. ഞാൻ മാത്രമല്ല ഞാനും പിങ്കിയും ഇവിടുന്ന് പോകും എന്ന് തന്നെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവുക. അന്നേക്കും ആകെ സങ്കടമാവും എല്ലാവർക്കും. എല്ലാവരും ഇങ്ങനെ ഞെട്ടി വിഷമിച്ചിരിക്കും കേട്ടോ. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, നമ്മുടെ കൺമുമ്പിൽ തന്നെ പിങ്കി ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല, കുഞ്ഞിൻ്റേതായ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. അപ്പം കോയമ്പത്തൂർ പോയാലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി, ആ കുഞ്ഞിനെ നമുക്ക് കിട്ടുമോ എന്നിങ്ങനെ വിഷമിച്ച് പറയുവാണ് ലക്ഷ്മി. എല്ലാവർക്കും സങ്കടമാട്ടോ. ഏതായാലും റൂമിൽ വന്നു കഴിഞ്ഞാൽ നല്ല ദേഷ്യത്തിലാണ് പിങ്കി ചോദിക്കുന്നുണ്ട്, എന്നെ ഇവിടുന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും എന്ന് ചിറ്റ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ചിറ്റ ആരോട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദിക്കും. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, അതിന് ഈ തീരുമാനം എടുക്കാൻ ഞാൻ ആരോടോ ചോദിക്കണ്ടേ? എനിക്ക് ഈ വീട്ടിൽ ആരോടും ഒന്നിനും അനുവാദം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഇവിടെയുള്ളവരോടൊന്നും അനുവാദം ചോദിക്കേണ്ട, പക്ഷേ കൂടെ വരേണ്ട എന്നോട് അനുവാദം ചോദിക്കേണ്ടേ എന്ന് ചോദിക്കും. അന്നേരം പിങ്കി മോളെ, നിന്നെ എല്ലാവരോടും കൊത്തിപ്പറിക്കുന്നത് കണ്ടപ്പോഴല്ലേ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ചോദിക്കുമ്പം, കൊത്തിപ്പറിച്ചോട്ടെ, എൻ്റെ പല്ലും നഖവും മാത്രമാക്കി അവരെന്നെ തിന്നുമൊന്നുമില്ലല്ലോ. പിന്നെ വാക്കുകൾ കൊണ്ടുള്ള ആരോപണം, അതിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തിനു വേണ്ടിയാണ്? ഗൗതത്തിനും നന്ദയ്ക്കും ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണോ? അതിന് വേണ്ടിയല്ലായിരുന്നു. എനിക്ക് വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരുന്നു ഈ കുഞ്ഞിനെ എൻ്റെ വയറ്റിലേക്ക് ഏറ്റെടുക്കുമ്പോൾ. അത് നേടിയെടുക്കണമെങ്കിൽ ഞാൻ കോയമ്പത്തൂർ വന്നിരുന്നാൽ നടക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഗർഭകാലം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയം കൊണ്ട് എനിക്ക് ഗൗതത്തെ എന്നിലേക്ക് അടുപ്പിക്കണം. ഈ സമയത്ത് ഈ മാസങ്ങളിൽ മാത്രമേ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിലയുണ്ടാവുകയുള്ളൂ. ആ സമയം ഉപയോഗപ്പെടുത്താതെ ഞാൻ അങ്ങ് കോയമ്പത്തൂർ വന്നിരുന്ന വല്ല കാര്യവും നടക്കുമോ? ചിറ്റ എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്തേക്കും ചിറ്റ ഒരു ചിരിയാട്ടോ. അന്നേരം എന്നാത്തിനും ഇപ്പം ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല പിങ്കി മോളെ, നീ ഒരു പൊട്ടിയാണോ? ചിറ്റ അങ്ങനെ പറഞ്ഞത് നമ്മൾ രണ്ടുപേരോട് കോയമ്പത്തൂർ പോകാൻ വേണ്ടിയാണോ? അല്ല, ഞാനോ നീയോ ആരും കോയമ്പത്തൂർക്ക് പോകുന്നില്ല. ഞാൻ അന്നേരം അങ്ങനെ ഒരു ഡയലോഗ് വിട്ടതുകൊണ്ട് അവിടെ ചീറി നിന്ന് എല്ലാണോ തലയ്ക്കടി കിട്ടിയ പോലെ മിണ്ടാതായത് നീ കണ്ടില്ലേ? അതിനു വേണ്ടി തന്നെ ഞാൻ ആ കാര്യം പറഞ്ഞത്. ഇപ്പോൾ എല്ലാവർക്കും ടെൻഷനായി കാണും. കാരണം അവരുടെ കുഞ്ഞിനെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ നീ കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ അവർക്ക് സാധിക്കത്തില്ല. നീ അവരുടെ മുമ്പിൽ ഉണ്ടായിട്ട് തന്നെ അവരുടെ വെപ്രാളം നീ കാണുന്നതല്ലേ. അപ്പം കോയമ്പത്തൂർ പോയാലത്തെ അവസ്ഥ എന്താവും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മോൾ ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി എന്ത് നയവുമായിട്ട് അവരിങ്ങോട്ട് വരും, എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. അന്നേരമാണ് നീ നിൻ്റെ ഡിമാൻഡ്സ് പറയേണ്ടത്. നന്ദ ഒരു എഗ്രിമെൻ്റ് എഴുതി മേടിച്ചിട്ടില്ലേ, അതിന് ബദലായിട്ട് നീ കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം.
സമ്മതിപ്പിക്കണം. ഇപ്പം മാറാ നീ, ചിറ്റയ്ക്ക് ബുദ്ധി ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരമാണ് പിങ്കിക്ക് സമാധാനമാകുന്നത്. അന്നേരം പിങ്കി പറയും, എൻ്റെ ചിറ്റയെ സമ്മതിക്കണം, ചാണക്യൻ്റെ ബുദ്ധിയാണല്ലോ, ഏതായാലും ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയും. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതി ചേർക്കേണ്ടത് ചോദിക്കേണ്ടത് എന്ന് നീ മനസ്സിൽ ഓർമ്മിച്ച് വെച്ചോണം, എന്നിട്ടത് ചോദിക്കണം, അതായിരിക്കണം നിൻ്റെ നേട്ടം എന്ന് ചിറ്റ പറയുമ്പം പിങ്കി പറയുന്നുണ്ട്, അതോർത്ത് ചിറ്റ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, ഒന്നാമത്തെ എൻ്റെ നിർദ്ദേശം നന്ദ ഈ വീട്ടിൽ കാണരുത് എന്നതായിരിക്കും. ഏതായാലും അവളെ ഇവിടുന്ന് അകറ്റിയതിന് ശേഷം ഗൗതത്തെ എന്നേക്കുമായി ഞാൻ എൻ്റേതാക്കും, ഗൗതത്തെ മാത്രമല്ല ഈ കുഞ്ഞിനെയും ഞാൻ എൻ്റെ സ്വന്തമാക്കും എന്ന് തന്നെ പിങ്കി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരൂടെ അങ്ങ് സന്തോഷിച്ച് നിൽക്കുക കേട്ടോ. ഈ സമയം ഗൗതം ഭയങ്കര ടെൻഷനിലാണ്. അന്നേരം നന്ദ എടുത്തോട്ട് വരും. അന്നേരം ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നന്ദ, അവൾ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താകും, നമ്മളിവിടെ ഉള്ളപ്പോഴേ അവൾ നോക്കിയില്ല, അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്, അവൾ പോകാതിരിക്കാൻ നമ്മൾ അവളുടെ അടുത്തൊന്ന് പോയി സംസാരിക്കണ്ടേ, ഞാൻ പോയി സംസാരിക്കാം എന്നൊക്കെ പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട്, ഗൗതം സാർ പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ കുറേ ഡിമാൻഡ്സ് ഇങ്ങോട്ട് വയ്ക്കും, അതല്ലാതെ ഇപ്പോൾ എന്താ നടക്കാൻ പോകുന്നത്, അത് തന്നെയാണ് നടക്കുന്നത് എന്ന് പറയും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, എന്ത് ഡിമാൻഡ് വെച്ചാലും, എന്ത് ചെകുത്താൻ്റെ ഡിമാൻഡ് വെച്ചാലും അതനുസരിക്കും, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ, എന്ത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ് എന്ന് പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട്, ശരിക്കും അവരിവിടുന്ന് പോകാൻ വേണ്ടിയൊന്നും ആയിരിക്കില്ല ഇങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചത്, നമ്മൾ അത്രയും ദേഷ്യപ്പെട്ട് നിന്നപ്പം നമ്മളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പെട്ടെന്ന് ഞെട്ടിപ്പിക്കാൻ വേണ്ടി തന്നെ എങ്ങനെ ചെയ്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയും. അന്നേരം ഗൗതം, അങ്ങനെയൊന്നും അല്ലെന്നേ, അവർ അത്രയും ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് പോകാൻ തന്നെയായിരിക്കും എന്ന് പറയും. അപ്പോഴും നന്ദയ്ക്ക് സംശയം, ഇല്ലെന്നേ, അവരുടെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്, അതിനു വേണ്ടിയാണ് അവരിങ്ങനൊരു കാര്യം പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഗൗതം സാർ പോയാൽ ശരിയാകില്ല, ഞാൻ പോയിക്കോളാം എന്ന് പറയും. അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട്, നന്ദ നീ പോയാൽ അവർക്ക് ആകെ ദേഷ്യമാകില്ലേ, ആകെ വാശിയാകില്ലേ എന്ന് കഴിയുമ്പം, വാശിയാകട്ടെ, നല്ല രീതിയിൽ ദേഷ്യം വരട്ടെ, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത്, ഏതായാലും അവൾ ഇവിടുന്ന് ഒരു കോയമ്പത്തൂരിലേക്കും പോകില്ല, ഞാൻ വിടത്തുമില്ല, അത് ഞാൻ ഗൗതം സാറിന് ഉറപ്പ് തരാമെന്ന് പറയും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, നന്ദ അങ്ങോട്ട് പോകുമ്പം അവർ പറയുന്നത് മൊത്തം നന്ദ അനുസരിക്കേണ്ടി വരും, അവരെന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും. അന്നേരം നന്ദ പറയും, ഒന്നുമില്ല ഗൗതം സാർ, ഞാൻ അവൾ പറയുന്ന ഒന്നും ചെയ്യത്തുമില്ല, അവളെ കൊണ്ട് ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കത്തുമില്ല, ഏതായാലും ഞാൻ പോയിട്ട് വരാം, അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് നന്ദ പോവാട്ടോ. ഈ സമയം നന്ദയും ഗൗതമും ഒന്നും കോംപ്രമൈസ് ചർച്ചയ്ക്ക് വന്നില്ലല്ലോ എന്നോർത്ത് ആകെ ടെൻഷനിൽ നിൽക്കുവാണ് പിങ്കി. അന്നേരം ചിറ്റ പറയും, നീ ടെൻഷൻ അടിക്കാതെ, അവർ വരും, വരാതെ എവിടെ പോകാനോ മോളെ എന്നിങ്ങനെ പറയും. എന്നിട്ട് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം, ഏതായാലും അവർ വരുമ്പോൾ ചോദിക്കാനുള്ളതെല്ലാം നീ മനസ്സിൽ കരുതി വെച്ചേക്കണം, ഒരു 10-12 ഡിമാൻഡ് നീ വെച്ചോണം എന്ന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തായിരിക്കുന്നത്, അതിലൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പിങ്കി പറയും. അന്നേരം ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോഴത്തേക്കും നന്ദ കയറി വരുന്ന കാണുവേ. അന്നേരം ഓടി വന്നിട്ട് നന്ദ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഗൗതം ഇല്ലേ കൂടെ എന്ന് പിങ്കി. അന്നേരം അതൊന്നും സാരമില്ല, ഗൗതത്തെ വേണേൽ നമുക്ക് വിളിപ്പിക്കാമല്ലോ, ഇപ്പം മോൾ അവിടെ പോയി അനങ്ങാതിരിക്കുക എന്ന് പറയും. അപ്പം പിങ്കി അവിടെ സോഫയിൽ പോയിരിക്കുന്നു. ചിറ്റയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫോണിൽ എന്തൊക്കെയോ നോക്കുന്നു, ഫോൺ വിളിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നന്ദ കാണുന്നുണ്ടായിരുന്നു. നന്ദയ്ക്ക് കാര്യം മനസ്സിലായി. നന്ദ പയ്യ അടുത്ത് വന്നിട്ട്, എന്താ ചിറ്റെ, നിങ്ങൾ പോകാനുള്ള തീരുമാനം കാര്യമായിട്ട് പറഞ്ഞതാണോ എന്ന് ചോദിക്കും. അന്നേരം പിന്നെ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞതായിട്ടാണ് നീ എനിക്ക് തോന്നിയത്, ഞങ്ങൾ നന്നായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പിങ്കി പറയും. അന്നേരം അയ്യോ, നിങ്ങൾ പോകാൻ വേണ്ടി പറഞ്ഞത് വെറുതെ പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിച്ചത് എന്ന് പറയുമ്പോൾ, ഒന്നുമില്ല, പോകാൻ തന്നെയാണ് തീരുമാനം എന്ന് പറയും. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, ഇനിയിപ്പം പോകരുതെന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ വേണ്ടി വന്നതായിരിക്കും ഇവള് എന്ന് പറഞ്ഞ് പുച്ഛിക്കുക. അന്നേരം എന്താ, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പോകണമെന്ന് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നെങ്കിൽ 2 എണ്ണത്തിൻ്റെ ഫീസ് പോവേ. അന്നേരം ഇങ്ങനെ അന്തിച്ച് നിൽക്കുക. അന്നേരം പറയുന്നുണ്ട്, ഏതായാലും ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കാൻ വരും, അത് പിങ്കിക്ക് ഇറിറ്റേഷനാണ്, അതുകൊണ്ട് തന്നെ പിങ്കി ഒരു കാര്യം ചെയ്യുക, ചിറ്റയുടെ കൂടെ കോയമ്പത്തൂർ പോയി നിൽക്കുക, അവിടെയാകുമ്പോൾ ഫ്ലാറ്റിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, സന്തോഷത്തോടെ പിങ്കിക്ക് ഇരിക്കാം, പിങ്കിയുടെ മനസ്സിനും അതല്ലേ സുഖം, അതാണ് എൻ്റെ കുഞ്ഞിനും ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും നല്ലത്, പിന്നെ നിന്നെ പൊന്നു പോലെ നോക്കുന്ന ചിറ്റയും കൂടെയുണ്ട്, അപ്പം നിനക്കും അവിടെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ചിറ്റ എന്ന് ചോദിക്കും. അന്നേരം പറയും, അവിടെ അങ്ങനെ സന്തോഷിക്കാനുള്ള വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണ് ചിറ്റ. അന്നേരം നന്ദ പറയും, വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ചിറ്റയുടെ സാമീപ്യം ഇല്ലേ നിനക്ക്, അതുപോലെ നിനക്കെന്ന് കഴിയുമ്പോൾ മതി എന്നിങ്ങനെ പിങ്കി പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ടൈമിലല്ലേ ഞങ്ങൾക്കൊന്ന് ഫ്രീ ആകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഒരു ട്രിപ്പിന് പോകുക. ഞാൻ ഗൗതം സാറിനോട് പറഞ്ഞപ്പം ഗൗതം സാറും പറഞ്ഞു അത് നേരാ, ഏതായാലും പിങ്കിയെ ചിറ്റ കൊണ്ടുപോകും, ചിറ്റ കാര്യങ്ങളൊക്കെ നോക്കും, ആ സമയത്ത് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ഗൗതം സാറും പറഞ്ഞു. ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്നറിയാമോ, രാമേശ്വരം, നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അവിടെ പോകാൻ, നിങ്ങൾ രണ്ടുപേരും ഗൗതം സാറും നീയും കണ്ടുമുട്ടി
കൂട്ടിയത് അവിടെയാണ് എന്ന് അറിഞ്ഞ കാലം തൊട്ട് എനിക്കും അവിടെ ഒന്ന് പോകണം എന്ന് തോന്നിയായിരുന്നു. ഇപ്പോൾ ഏതായാലും ആ ആഗ്രഹമാണ് എൻ്റെ സാധിച്ചു കിട്ടുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനുള്ളതല്ലേ, ബുക്ക് ചെയ്യുക, എന്നിട്ട് എല്ലാം അടുക്കി വയ്ക്കുക, എനിക്കും അടുക്കി വയ്ക്കാനുണ്ട്, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങ് പോവാണ്. ആകെ സങ്കടപ്പെട്ട് പിങ്കി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്നെ ചീറ്റ ചെയ്യുന്നത്, അവളിങ്ങനെ പറഞ്ഞിട്ട് പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. നീ ഒന്ന് ഓർത്ത് നോക്കി, നീ ആഗ്രഹിച്ച കാര്യം അവളിപ്പോൾ നേടിയെടുത്തേക്കുന്ന സൊളുവിൽ എന്ന് പറയുവാണേ. അന്നേരം പിങ്കി പറയും, ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പം ഇനിയിപ്പം നമ്മൾ പോകാതെ എന്ത് ചെയ്യും, നമ്മൾ അത്ര ഉറപ്പിച്ച് പറഞ്ഞില്ലേ, ഇനി എന്താ ചെയ്യുന്നത് പിങ്കി മോളെന്ന് ഓർത്ത് രണ്ടെണ്ണം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. ഈ സമയം നമ്മുടെ വല്യമ്മയും ലക്ഷ്മിയും ആകെപ്പാടെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പിങ്കി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അവളെ ശരിക്കും കെയർ ചെയ്യുകയില്ല, ആ കുഞ്ഞിനെ ഇനി കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല, അങ്ങനെ ഒരു കുഞ്ഞ് വരുന്ന പ്രതീക്ഷയില്ല ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ വല്യമ്മ. എന്നിട്ട് ലക്ഷ്മി പറയും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം സഹിക്കുമല്ലാണ്ട് നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേക്കുമാണ് അങ്ങോട്ടേക്ക് നന്ദയും ഗൗതം കൂടെ ഇറങ്ങി വന്നെ. എന്നിട്ട് ചോദിക്കും, ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ, നീ ഈ വീട്ടിലൊന്നും അല്ലേ, നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവൾ കോയമ്പത്തൂർ പോകാമെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഞങ്ങളുടെ അത്രയും കൂടെ സങ്കടമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രണ്ടുപേരൂടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പരസ്പരം നോക്കുക കേട്ടോ, ഗൗതമും നന്ദയും കൂടെ. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.